നമസ്കാരം, അസ്സലാമു അലൈക്കും. യുവർ ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഈ വിദ്യാബാലൻ തടി കുറച്ച ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ബോഡിയിൽ എങ്ങനെയാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സാധാരണ നമ്മൾ എവിടെയെങ്കിലും വീട് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു റെഡ്നെസ് പോലെ അവിടെ ഉണ്ടാവും അല്ലേ? അങ്ങനെ തന്നെ നമ്മുടെ ബോഡിയുടെ ഉള്ളിലും ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്, അതുപോലെ തന്നെ എക്സസൈസ് ഇല്ലായ്മ, ഉറക്കമില്ലായ്മ, സ്ട്രെസ്സ്, ഇതുകൊണ്ടൊക്കെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. ഈ ഫ്രീ റാഡിക്കൽസിനെ തടയുന്നത് എന്താണ്? ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതായത് നല്ല ഭക്ഷണം, വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ കൂടുതലായിട്ട് കഴിച്ചാൽ മാത്രമേ നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് ലഭിക്കുള്ളൂ. ഈ ആൻറ്റി ഓക്സിഡൻസ് ആണ് ഈ ഫ്രീ റാഡിക്കൽസിനെ സെല്ലിൻ്റെ ഉള്ളിൽ കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് തടയുന്നത്. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷനെ തടയുന്നു. ഈ ഫ്രീ റാഡിക്കൽസ്, അതായത് ഈ പോയിസണസ് സബ്സ്റ്റൻസ് ആണ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത്. ഈ ഫ്രീ റാഡിക്കൽസ് തൈറോയിഡിലെ സെല്ലിലെ കയറുമ്പോൾ നമുക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവും. അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽസ് നമുക്ക് ഹാർട്ടിന് ട്രബിൾ ഉണ്ടാക്കും. അതുപോലെ എല്ലാ ഓർഗൻസിനും സെൽസ് ഉണ്ടാവും, ചെറിയ കോശങ്ങൾ ഉണ്ടാവും. നമ്മൾ കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ. ഈ കോശങ്ങളിലൊക്കെ ഈ ഫ്രീ റാഡിക്കൽസ് കയറുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം പോപ്പുലർ ആയിട്ടുണ്ട്. പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡയറ്റീഷ്യൻസ് പറയുന്ന എല്ലാത്തിലും ഈ ഇൻഫ്ലമേഷൻ തടയാനുള്ള കുറേ ഘടകങ്ങളിലൂടെ പറയുന്നുണ്ട്. ഞാൻ പലപ്പോഴും നിങ്ങളോട് ഡീറ്റോക്സ് വാട്ടർ ഒക്കെ പറഞ്ഞു തന്നിട്ടില്ലേ? ഈ ഡീറ്റോക്സ് വാട്ടർ ഒക്കെ ഇൻഫ്ലമേഷൻ തടയാനുള്ള ഘടകങ്ങളാണ് അതിൽ ചേർത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഓരോ രീതിയിലുള്ള ഡയറ്റിലും പ്രോപ്പറായിട്ട് ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കസ്റ്റമറൈസ്ഡ് ഡയറ്റ് ചെയ്യുമ്പോൾ, അതായത് ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ ബോഡിക്ക് ഏതൊക്കെ ഭക്ഷണ സാധനമാണ് സൂയിറ്റബിൾ, ഏതൊക്കെ ഭക്ഷണ സാധനമാണ് അവർക്ക് പറ്റാത്തത്, ഇങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഡയറ്റ് പ്ലാൻ ചെയ്യുന്നത്. ചിലപ്പോൾ എനിക്ക് വീറ്റിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഗോതമ്പുള്ള ചപ്പാത്തി ഉപയോഗിച്ചുള്ള ചപ്പാത്തി, അതുപോലെ തന്നെ ഗോതമ്പ് ദോശയൊക്കെ കഴിക്കാൻ പറ്റും. പക്ഷെ വേറൊരാൾക്ക് ചിലപ്പോൾ അത് പറ്റണമെന്നില്ല. ചിലപ്പോൾ ഗോതമ്പ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ലൂസ് സ്റ്റൂൾ ഉണ്ടാകുന്ന ആളുകളുണ്ട്, അതിനോടുള്ള അലർജിക്കായിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ സാധാരണ അരി ഭക്ഷണം എനിക്ക് കഴിച്ചാൽ പ്രോബ്ലം ഇല്ല. ചിലർക്ക് അരി ഭക്ഷണത്തിന് വരെ ട്രബിളുള്ള ആളുകളുണ്ട്. ചിലർക്ക് പുട്ട് കഴിച്ചാൽ അപ്പോൾ തന്നെ ലൂസ് സ്റ്റൂൾ അങ്ങനെ ഉണ്ടാകുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള ആർക്കും പുട്ട് കഴിച്ചാൽ പ്രോബ്ലം ഉണ്ടാവില്ല. ഇങ്ങനെ ഓരോരുത്തരുടെ ബോഡിക്കും ഓരോ ഭക്ഷണ സാധനങ്ങൾ വ്യത്യസ്തമായിരിക്കും. വിദ്യാബാലൻ പറയുന്നുണ്ട് ഒരു വീഡിയോയിൽ, കുറേ കാലമായിട്ട് ഡയറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, കുറേ കാലമായിട്ട് ഡയറ്റ് ചെയ്യുന്നുണ്ട്, വെയിറ്റ് കുറയുമെങ്കിലും പിന്നീട് കൂടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രോപ്പറായിട്ട് അവർ ചെയ്യാൻ തുടങ്ങി. അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എടുത്ത പിന്നെയാണ് അവർക്ക് ശരിക്കുള്ള വെയിറ്റ് ലോസ് വന്നതും. പക്ഷേ ആ വെയിറ്റ് ലോസ് കൊണ്ട് അവർക്ക് ക്ഷീണവും തളർച്ച അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടുമില്ല എന്ന് അവർ പറയുന്നുണ്ട്. ഇതിനൊക്കെ കാരണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരാണെങ്കിലും, ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ വീഡിയോസിലൊക്കെ ജനറലൈസ്ഡ് ഡയറ്റ് പ്ലാനാണ് പറയുന്നത്. ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുള്ളൂ. ഏകദേശം ഇൻഫ്ലമേഷനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലേ? ഇനി എന്തൊക്കെയാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണ സാധനങ്ങൾ എന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ള ആഹാര സാധനങ്ങൾ, ചില ഭക്ഷണ സാധനങ്ങൾ, മെയിനായിട്ട് ഈ സ്പൈസസ്, പച്ചമഞ്ഞൾ, കറുകപ്പട്ട, നല്ല ജീരകം, കുരുമുളക്, ജാതിക്ക, ഇഞ്ചി, വെളുത്തുള്ളി തുടങ്ങിയ ആഹാര സാധനങ്ങളൊക്കെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ തടയുന്നതിനുള്ള ആഹാര സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ അതുകൂടാതെ ബ്ലൂബെറിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഫ്ലേവനോയിഡ്സ്, പോളിഫീനോൾസ് തുടങ്ങിയവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ടീയിൽ EGCG എന്ന് പറയപ്പെടുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിരിക്കുന്നത്. ഇത് ഇൻഫ്ലമേഷനെ തടയുന്നുണ്ട്. അതുപോലെ തന്നെ ചിയാ സീഡ് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് അല്ലേ? ചിയാ സീഡ്സിൽ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്, അത് ഇൻഫ്ലമേഷനെ തടയുന്നുണ്ട്. അതുപോലെ ഫ്ലാക്സ് സീഡ്സിൽ omega-3 അടങ്ങിയിട്ടുണ്ട്, അതും ഇൻഫ്ലമേഷനെ തടയുന്നുണ്ട്. സ്ട്രോബെറീസിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു വിധപ്പെട്ട എല്ലാ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ആൻറ്റി ഓക്സിഡൻസ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ E, വൈറ്റമിൻ C, വൈറ്റമിൻ A, സിങ്ക്, സെലീനിയം, omega-3 തുടങ്ങിയവയൊക്കെ ആൻറ്റി ഓക്സിഡൻസിൽ പെടുന്നുണ്ട്. ഇതൊക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള ആഹാര സാധനങ്ങൾ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ തടയാനായിട്ട് അത് സാധിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ജനറലൈസ്ഡ് ആയിട്ടാട്ടോ.
പിന്നെ ചിലർക്ക് ഈ ഭക്ഷണമൊന്നും പറ്റാത്തവരുണ്ടാവും. ഇപ്പോൾ ബ്ലോട്ടിങ് അസിഡിറ്റി ഒക്കെ ഉള്ളവർ ചിലർ പറയാറുണ്ട് ചെറുനാരങ്ങ കഴിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം വരുന്നുണ്ടെന്ന്. ബാക്കി ചിലർക്ക് അത് കഴിച്ചാൽ പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. ഇതിൽ ഞാൻ ഡയറ്റ് പ്ലാൻ പറയാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് പ്ലാന് ഒരു ജനറലൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അത് പേഴ്സണലൈസ്ഡ് ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കോമൺ ആയിട്ട് ഡയറ്റ് പ്ലാൻ പറയാത്ത കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ reenasudir@gmail.com എന്ന മെയിൽ ID യിലോട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.